ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എപ്പിസോഡ് നമ്പർ 85ന്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ്. ഫസ്റ്റ് പാർട്ട് അപ്ലോഡ് ചെയ്യുന്നത് തീർച്ചയായിട്ടും കാണുക. മണി ബോക്സും അതിന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുള്ളത്. ഈ വീഡിയോയിൽ എവിക്ഷൻ, ആരിന്റെ എവിക്ഷനെ പറ്റിയാണ് സംസാരിക്കുന്നത്. ആരിന്റെ എവിക്ഷൻ ഫെയർ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരു 3-4 ആഴ്ച മുമ്പ് ഭയങ്കര ഫെയർ ആയത്. നിലവിൽ ആ കൊണ്ടുവന്നിട്ടുണ്ട്. ടാസ്കിനകത്താണെങ്കിലും നല്ല രീതിയിലാണെങ്കിലും അതിന് മുമ്പത്തെ വീക്ക് കൊടുത്ത ടാസ്ക് എല്ലാം ചെയ്തിട്ടുണ്ട്. ഒന്നും പറയാനില്ല. ആ ഒരു 1-2 ആഴ്ചയിലെ ഷോ സ്റ്റീലർ അവനായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ എന്തുകൊണ്ട് ഇങ്ങനത്തെ ഒരു വിധി വന്നു? ഈ സാബുമോനൊക്കെ അതിന്റെ അകത്തേക്കുമ്പോ ഇവനെ ഈ ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ഒരു 1% ഡിസർവിംഗ് ആളുകളാണ് ഈ സാബു എന്ന് പറയുന്നത്. ഇന്ന് സാബു സേവ് പറയുന്ന സമയത്ത് അവൻ തന്നെ ലിറ്ററലി ഞെട്ടുന്നുണ്ട്. ഞാൻ വീണ്ടും കാര്യം അവന് പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവനേക്കാളും ഫാർ ബെറ്ററായിട്ടുള്ള പ്ലെയറാണ് എന്താണെങ്കിലും ആര്യം. അവൻ തന്നെ ഞെട്ടുകയാണ്. ഞാൻ സേവ് ആയി. എനിക്ക് ഇതിനകത്ത് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാബു ബിഗ് ബോസിന് വീഡിയോ ട്രംസാണ്. ബിഗ് ബോസ് ഹൗസിൽ ഒരു ടെൻഷൻ മേക്കറാണ് സാബു. പ്രത്യേകിച്ച് എവിക്ഷനിൽ സാബു കളിക്കുന്നില്ലെങ്കിലും അകത്തുള്ള ആളുകളുടെ കണ്ടസ്റ്റൻസിന്റെ തോട്ട് പ്രോസസിനെ ഭയങ്കരമായിട്ട് ഫ്ലെക്ചേറ്റ് ചെയ്യിപ്പിച്ച ഒരു സീരിയസ്ലി ഏഷ്യാനെറ്റ് ന്യൂസിനകത്ത് വരെ അക്ബർ മാൻഡ്രേക്ക് ആണ് എന്ന് പറഞ്ഞിട്ട് ഇത് വന്ന് ബിഗ് ബോസ് വീട്ടിലെ മാൻഡ്രേക്കോ ഗ്രൂപ്പ് ലീഡറോ അതോ മാൻഡ്രേക്കോ എന്നും പറഞ്ഞിട്ട് ഏഷ്യാനെറ്റ് ഇന്നിട്ട വീഡിയോ ആണ്. ഈ വീഡിയോയ്ക്കകത്ത് സത്യത്തില് ഏഷ്യാനെറ്റ് തന്നെ അക്ബറിനെ ഒരുമാതിരി ട്രോളുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. ഞാൻ ആ വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങളൊന്ന് കേട്ടു. കോമഡി അവര് തന്നെ അക്ബർ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിനെ ഈ ഒരു രീതിയിലാണ് വിലയിരുത്തിയിരിക്കുന്നത്. അപ്പോഴാണ് കുറെ ടീമുകളോട് പറയുന്നത് ബിഗ് ബോസ് അക്ബറിനെ വിജയിപ്പിക്കാൻ നോക്കുന്നുണ്ട്. എന്തായാലും ഏഷ്യാനെറ്റിന്റെ കണ്ണിലൂടെ അക്ബറിനെ നമുക്ക് അവസാനം മനസ്സിലായി കാര്യം അക്ബർ ഒരു മാൻഡ്രേക്ക് ആണെന്ന് നമുക്ക് അല്ലെങ്കിൽ സാബ് പുറത്തു പോകണമെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം.
പുള്ളിയുടെ ഉള്ളിൽ നല്ലൊരു മനുഷ്യരുണ്ട്. ഫാദർ പ്രധാന അനുമോളായിട്ട് എനിക്ക് തോന്നുന്നു. പക്ഷെ പലപ്പോഴും അനുമോളുടെ കണ്ണീരും അല്ലെങ്കിൽ പല ആൾക്കാരുടെ നെഗറ്റിവിറ്റി അക്ബറിനെ നല്ല രീതിയിൽ ബാധിക്കും. കഴിഞ്ഞ വീക്കിലാണെങ്കിൽ തന്നെ ഏറ്റവും കൂടുതൽ അവിടെ തോന്നിയാസം കാണിച്ചത് നെവിനാണ്. ആ നെവിന്റെ നെഗറ്റിവിറ്റി ഏറ്റവും കൂടുതൽ ബാധിച്ച ഒരു വ്യക്തി അക്ബറാണ്. ഈ പൊട്ടനാണെങ്കിൽ ഒറ്റയ്ക്ക് കളിക്കാനും അറിയത്തില്ല. വേറൊരു കാര്യം കൂടെ പറയാം. ഇത് ഇന്നലെ ജിസയിൽ ഇട്ട ഒരു പോസ്റ്റാണ്. ആര്യൻ എവിക്റ്റ് ആയി എന്ന് പറയും. ഇന്നലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിക്ഷൻ എപ്പിസോഡ് ഓൾറെഡി അറിഞ്ഞിട്ടില്ല എവിക്റ്റ് ആയ തങ്ങള് തോറ്റു എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ശോഭ ഇട്ടിരിക്കുന്നത്. ശോഭയും ഒരു എക്സ് കണ്ടസ്റ്റന്റ് ആണ്. എന്നിട്ട് ശോഭയും റിസൾട്ടിന് മുമ്പ് താങ്ങിയേക്കാണ്. ഇതിനു മുമ്പ് ബിന്നിയുടെ ഹസ്ബൻഡ് ബിന്നി എവിക്റ്റ് ആയെന്നും പറഞ്ഞിട്ട് പുള്ളി ഓൺലൈൻ മീഡിയാസിന്റെ മുമ്പിൽ വന്നിട്ട് പറയുകയുണ്ടായി. അപ്പൊ നിങ്ങള് ഇവരെയാണ് ആദ്യം നിയന്ത്രിക്കേണ്ടത്. ഒന്ന് ആലോചിച്ച് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിലൊക്കെ ഇതുപോലുള്ള ആര്യൻ എവിക്റ്റ് ആയെന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റോറിയിലൊക്കെ വരും അല്ലെങ്കിൽ പോസ്റ്റ് ഒക്കെ വരും സമയത്ത് അതിനകത്തൊരു ക്രെഡിബിലിറ്റി ആണ്. കാര്യം ഇതിനു മുമ്പ് പല ആഴ്ചകളിൽ ആര്യൻ ഈ വീക്കിൽ എവിക്റ്റ് ആവും എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് എവിക്ഷൻ നടന്നില്ല. ആ പോസ്റ്റ് ഒക്കെ ഫേക്ക് ആണ് എന്ന് മനസ്സിലായി. പക്ഷെ ഈ ശോഭയും ജിസയിലൊക്കെ ഇങ്ങനെ നിലവിലുള്ള കൂട്ടത്തിൽ ഈ റിസൾട്ട് പറയുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ ഇതുപോലുള്ള എല്ലാ പെർഫോമൻസും അതിന്റെ ഒരു റിസൾട്ട് കൊടുത്തിട്ടായിരിക്കും പ്രേക്ഷകർ നിങ്ങൾക്കുള്ള വിധി എഴുതുന്നത്. അല്ലാതെ കഴിഞ്ഞ ഒരാഴ്ചത്തെ രണ്ടാഴ്ചത്തെ വെച്ചിട്ടല്ല എന്ന് പറഞ്ഞിട്ടാണ് ആര്യന്റെ പേര് പറയുന്നത്. ലാലേട്ടൻ ആ ഒരു സ്റ്റേറ്റ്മെന്റോട് എടുത്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടൻ പറയാൻ ആൾക്കാർക്ക് പറയാം കണ്ടിരിക്കാൻ നമുക്ക് പറയാം ലാസ്റ്റ്
പറഞ്ഞ് പരത്തിക്കളയും. എന്തിനാ വെറുതെ ഒരു റിസ്ക് എടുക്കുന്നത് വിചാരിച്ചിട്ടായിരിക്കും പുള്ളിക്കാരൻ അനുമോളെ കെട്ടിപ്പിടിക്കാഞ്ഞത്. അതുകൊണ്ടൊന്നും അറിയില്ല ഞാൻ പറഞ്ഞത്. പക്ഷെ കറക്റ്റായിട്ടുള്ള എനിക്ക് തോന്നിയൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അനുമോൾ ഏറ്റവും കൂടുതൽ എന്റെ ദേഹത്തോടെ എന്റെ ദേഹത്തോടെ കഴിഞ്ഞ ആഴ്ചയിൽ നീ എന്റെ ദേഹത്ത് തൊടുന്നെന്നും പറഞ്ഞിട്ട് അനുമോൾ മാരക ഷോ നടത്തുന്നുണ്ടായിരുന്നു. അതിന്റെ ഒരു പ്രതികാരം അനീഷിന്റെ ഒരു സംസാരം. ഇതാണ് അനീഷിന്റെ ഇഷ്ടപ്പെട്ട ഒരു സ്വഭാവം. ആ ഒരു അനീഷേട്ട എന്നുള്ള വിളിക്കകത്ത് തന്നെ മനസ്സിലായി അക്ബറിന് ആ ആരിപ്പോയ വിഷമത്തിലാണ് അനീഷ് പറയാണ് കുഴപ്പമില്ല മനസ്സിലായി. ആ പറയുന്നതിനകത്തൊരു ഇത് കരുതലുണ്ട്. ഇത് കേട്ട് നമ്മുടെ സാബു അക്ബർ പറയുന്നത് എടുക്കാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ ടാസ്ക് ഒക്കെയാണ് അങ്ങനത്തെ ഒരു പണപ്പെട്ടി എടുക്കാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ 100 ആ ഒരു ചാൻസ് എടുത്തിട്ട് 100 ചിലപ്പോൾ പുറത്തു പോകാനുള്ള ഒരു സാധ്യത തള്ളിക്കളയാൻ പറ്റത്തില്ല. 100 എടുക്കത്തില്ല എന്ന് പറഞ്ഞാൽ പോലും ഒരു വലിയ എമൗണ്ട് കണ്ടു കഴിഞ്ഞാൽ ആരാണെങ്കിലും കൈ വെക്കൂലേ. അപ്പൊ പിന്നെ കൊതിപ്പിച്ചിട്ട് കടത്തുള്ള ഒരു പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഈ കിട്ടുന്ന പണപ്പെട്ടി. അതുകൊണ്ടാണ് ഇവനെ ബ്ലോക്ക് ചെയ്തത്. ആരെ? നെവിനെ. അതായത് നെവിനെ, കാര്യം നെവിനുണ്ടെങ്കിൽ ഈ കൊതിപ്പിച്ചിട്ട് കടത്തുന്ന പരിപാടി നടക്കൂല. ഇവനൊറ്റ ആരുടെ അങ്ങനത്തെ ഉള്ള സ്വഭാവങ്ങൾ ഇപ്പോഴാണ് ഏത് രീതിയിലാണ് പെരുമാറുന്നതെന്ന് പ്രടിക്കാൻ പറ്റത്തില്ല. പിന്നെ അതിലേക്ക് ഒരു കോമ്പറ്റീഷൻ
എന്ന് ക്ലിയർ ആയിട്ട് ഷാനവാസ് പറയുന്നുണ്ട്. അതിന്റെ വേദനയായിരുന്നു വീഡിയോയിൽ പറഞ്ഞ കാര്യം ശരിയായിട്ട് വന്നേ. നെവിൻ അത് എടുത്തെറിഞ്ഞതിന്റെ പേരിൽ തന്നെയാണ് ഷാനവാസ് അവിടെ മറിഞ്ഞു വീണേക്കുന്നത്. കുറെ ഷാനവാസ് അഭിനയമാണ്, ഒരു ചെറിയ പാല് പാക്കറ്റ് വന്ന് വീണ് കഴിഞ്ഞാൽ ഷാനവാസ് ഇങ്ങനെ മറിഞ്ഞു വീഴുമോ എന്നുള്ള കുറെ ചോദ്യങ്ങൾ സോഷ്യൽ മീഡിയസിൽ കടന്ന് കറങ്ങുന്നുണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ എന്നുള്ളൊരു സംഭവമൊക്കെ ഞാൻ കണ്ടു. എനിക്ക് അത് കള്ളമായിട്ട് അഭിനയിച്ചതല്ല എന്ന് ഞാൻ പറയാനുള്ള റീസൺ അതെന്താണെന്ന് ഞാനൊന്ന് പറയാം. ഷാനവാസിന് അസുഖം, പുള്ളി ആ അസുഖം വെച്ച് ഒരു കള്ളത്തരം അവിടെ കളിക്കുന്നുണ്ട്. എനിക്കൊരു അസുഖം ഉണ്ടെങ്കിൽ ആ അസുഖത്തിന്റെ പേര് പറഞ്ഞ് ഞാൻ കള്ളത്തരം കാണിക്കാൻ ശ്രമിച്ചിട്ടില്ല. ചിലപ്പോൾ നാളെ അത് നേരായി വന്നാലോ എന്നുള്ള പേടി. അതൊരു നോർമൽ ഹ്യൂമൻ സൈക്കോളജി. രണ്ടാമത്തെ കാര്യം, പുള്ളിക്ക് ഇത് ഭയങ്കര പേടിയാണ് എന്നുള്ള കാര്യം അസുഖം ഷാനവാസിന് വന്നിട്ട് മനസ്സിലായ കാര്യം ഉമ്മായിക്ക് തോന്നുന്നു. ഉമ്മ മരിച്ചതല്ല. അപ്പം അതിൻ്റെ ഒരു ടോപ്പ് അപ്പോൾ ആ ഒരു അസുഖം വെച്ച് കളിക്കില്ല. രണ്ടാമത്തെ കാര്യം വീഴാനുള്ള സാധ്യത കുറവാണ്. അങ്ങനെ ചെയ്യത്തില്ല. പുള്ളിയുടെ ആറ്റിറ്റ്യൂഡിനെയും പുള്ളിയുടെ ആ ഒരു മാനാഭിമാനത്തെയും അത് ഭയങ്കരമായിട്ട് കൊള്ളുന്ന ഒരു കാര്യമാണ് ഷാനവാസിന്റെ ഒരു രീതി വെച്ചിട്ട്. അതിന്റെ അകത്തുള്ള പല കണ്ടസ്റ്റൻസും പറഞ്ഞിട്ടുണ്ട് ഷാനവാസിനെ ട്രിഗർ ചെയ്യാൻ. അപ്പാനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഷാനവാസിനെ ട്രിഗർ ചെയ്ത് ഷാനവാസ് ഇടിക്കുന്നു, ഏത് സമയം ഒരു ഇടി പ്രതീക്ഷിക്കാമെന്ന് അപ്പാനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു വ്യക്തിയാണ് അയാൾ. ഇയാളെ ആ ഒരു മൊമെന്റിൽ ഇടിച്ചിട്ട് പുറത്തു പോയത്. പക്ഷെ അങ്ങനെ ഒരു ആക്ട് ചെയ്യുന്ന എനിക്ക് സംശയമാണ്. അതുപോലെ തന്നെ പല ടാസ്കുകളും ഇങ്ങനെ വിട്ടുകൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഹെൽത്ത് കണ്ടീഷൻ വെച്ചിട്ട് കളിക്കാതെ മാറി നിന്നിട്ടുണ്ട്. പിന്നാലൊക്കെ ഒരു നെവിനെയും അക്ബറിനെയും ജയിലിൽ നിന്ന് മോചിപ്പിക്കുന്നുണ്ട്. എന്ത് കുറച്ച് നേരം ഇവരെ ജയിലിട്ടിട്ടുള്ളൂ. പിന്നെ കഞ്ഞി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ജയിലിൽ കൊണ്ടിട്ടെന്ന് എനിക്ക് തോന്നി. അക്ബർ തന്നെ ഞെട്ടിക്കുന്നു. തുറന്നു വിട്ടു. അത് കഴിഞ്ഞിട്ട് ഷാനവാസിന്റെ അക്ബർ വന്നിട്ട് മാർക്ക് പറയുന്നുണ്ട്. ഷാനവാസ് ഇത്രയായിരുന്നു എപ്പിസോഡിനകത്തുണ്ടായിരുന്നത്. ഇപ്പൊ നെക്സ്റ്റ് വീക്ക് മണി ബോക്സ് അതുപോലെ പഴയ കണ്ടസ്റ്റൻസിന്റെ